നമ്മൾ ഉടമ്പടിയുടെ പ്രത്യാഘാതം എന്ന പരിണത ഫലമായ നമ്മളേറെ ചിന്തിക്കാത്ത ഒരു വിഷയമാണ് ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾക്ക് എന്നാൽ അത്യന്താപേക്ഷിതമാണ് താനും. ഈ വരം അത്യന്താപേക്ഷിതമാണ്. ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു വരമാണ് ആത്മശക്തിയുടെ വരം. മനസ്സിലായില്ലേ? ഇത് ഒരു നമ്മളെ ഫോക്കസ് ചെയ്യേണ്ട, അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇപ്പം നിങ്ങളുടെ കാര്യം ഇപ്പോൾ വിവാഹം ഒത്തുവരണില്ല, വസ്തു വിൽക്കണില്ല, ജപ്തി നടപടി വരാൻ പോകുന്നു, നിങ്ങളുടെ രോഗമാണ്, അത് വളരെ മോശകരമായ രോഗമാണ്. പക്ഷേ ഇത് സൗഖ്യപ്പെടുന്നവരെ, അല്ലെങ്കിൽ ആ വസ്തു വിൽക്കുന്നവരെ, അല്ലെങ്കിൽ ആ ജോലി ലഭിക്കുന്നവരെ ഒരു സമയമുണ്ടല്ലോ. ചിലപ്പോൾ 10 മിനിറ്റ് ആകാം, 10 ദിവസമാകാം, ചില റെയർ കേസിൽ 10 മാസവും ആകാം. പക്ഷെ ഉടമ്പടിയിൽ നിങ്ങൾക്കറിയാം, അതായത് ഇതിൻ്റെ ബൈ ഗ്രേസ്, ഇപ്പോൾ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഉപ ഉൽപ്പന്നം എന്ന് പറഞ്ഞ പോലെ ഉപവരപ്രസാദമുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ സമയം അല്പം നീണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിംഗ് ഗ്രേസ് ഒത്തിരി ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫില്ലിംഗ് ഗ്രേസ്, അതായത് ഇതിനെ നമ്മൾ കൃഷിക്കാരൊക്കെ ഇടവിള എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഉടമ്പടി വിഷയം നിറവേറുന്ന സമയം വരെ നമ്മളെ നിലനിർത്തുന്ന ചില കൃപകളുണ്ട്. അതാണ് ഫില്ലിംഗ് ഗ്രേസ് എന്ന് പറയുന്നത്. നിലനിർത്തുന്ന കൃപകൾ. ഈ നിലനിർത്തുന്ന കൃപയിൽ പ്രധാനപ്പെട്ടതാണ് ആത്മശക്തി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും വസ്തുവിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? വീട്, ജോലി, വിവാഹം, അതുപോലെ തന്നെ പഠനം, വിജയം. പക്ഷെ അത് എത്തണ വരെ, അത് നമ്മൾ അനുഭവിക്കുന്ന വരെ ഉള്ള ടൈം പല ആൾക്കാരും എങ്ങനെയാണ് ചിലവഴിക്കണത്? ടെൻഷൻ അടിച്ചു. ഉടമ്പടി എടുക്കുന്നുണ്ട്, ടെൻഷൻ അടിക്കുന്നുണ്ട്, ഇല്ലേ? ഉടമ്പടി എടുക്കുന്നുണ്ട് അവർ. പക്ഷെ അവർ എങ്ങനെ വല്ലപാട് തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, റിസൾട്ടൊന്ന് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, ഈ പണ്ടാരം ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്ന്, അല്ലേ? അത് ടെൻഷൻ. അതാണ് ഈ ടൈം എങ്ങനെയാണ് ഫില്ല് ചെയ്യണത്. സുവിശേഷം ഇതിനെ ഫില്ല് ചെയ്യണത് ഒരു പ്രത്യേക വരപ്രസാദം കൊണ്ടാണ്. ആത്മശക്തി എന്ന് പറയും. എല്ലാവർക്കും അവകാശമുള്ളതാണ്, ആർക്കും കിട്ടും. ആർക്കും കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോഴത്തെ ഒരു ഉടമ്പടിയുടെ ഒരു വിഷയമെന്ന് പറയണത്, ഇപ്പം ആമിന താത്താടെ ഒരു ചെറുപ്പക്കാരത്തിയായ ഒരു മുസ്ലിം ലേഡി ഇന്നലെ സാക്ഷ്യം പറഞ്ഞില്ലേ? അപ്പോൾ അവർ ആ സാക്ഷ്യം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഉടമ്പടി എന്ന് പറയണത് ആരാണ് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണത്, ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടും. വിശ്വാസം ആർക്കാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്, അവർക്ക് അടയാളം കിട്ടും. അത് എക്സർ വൈ, അതിനകത്ത് വിശ്വാസത്തിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, വിശ്വാസം മാത്രമാണ്. അത് വിശ്വാസം ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ബൈബിളിൻ്റെ ഒരു നിലപാടതാണ്. ആർക്ക് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ആർക്ക് വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റുന്നു, പ്രയോഗിക്കാൻ ആർക്കാണ് നല്ല കപ്പാസിറ്റിയിൽ വിശ്വാസം പ്രഖ്യാപിക്കാനോ പ്രയോഗിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നത്, അവർക്ക് അടയാളം കിട്ടും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളം ഉണ്ടായിരിക്കും. അത് പറയുമ്പോൾ തന്നെ വിശ്വസിക്കുന്നതിൻ്റെ മേൽ ഒരു 16-17 എടുത്തേ, മർക്കോസിന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 16:17. മർക്കോസ് 16:17. വിശ്വസിക്കുന്നവരോട് കൂടെ, എന്ന് പറഞ്ഞ വിശ്വസിക്കുന്നവരുടെ കൂടെ, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകണത് എന്താണ്? അടയാളമാണ്. അത് ആർക്കും വിശ്വസിക്കാം. അത് ക്രിസ്ത്യൻസ് ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ക്രിസ്ത്യൻ വിശ്വസിക്കണമെങ്കിൽ ക്രിസ്ത്യൻസ് ആകണം. ആർക്കാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയണത്, അവർക്ക് അടയാളം കിട്ടും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ആമിനയുടെ പ്രോബ്ലം എന്താണ്?
അവരുടെ പ്രോബ്ലം അവർക്ക് ഒരു കുറേ മാസങ്ങളായിട്ട് വയറിങ്ങനെ വീർത്തു വരുന്നു, മലവും മൂത്രവും ഒന്നും പോകുന്നില്ല. അപ്പോൾ അവർക്ക് കുടലിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ്, സിസ്റ്റോ ഒക്കെയാണ്. അപ്പോൾ അതിന് കൊളോണോസ്കോപ്പിയൊക്കെ ചെയ്യണം, ഓപ്പറേഷൻ വേണം. ഡോക്ടർ പറഞ്ഞ് ഇനി വരുമ്പോൾ ഓപ്പറേഷൻ റെഡി ആയിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ ഓപ്പറേഷൻ റെഡിയാകാൻ വേണ്ടി നിന്നപ്പോഴാണ് അവർ യൂട്യൂബിൽ നിന്ന് നമ്മളുടെ ഈ ധ്യാനപ്രസംഗം കേൾക്കുന്നത്. ഈ ധ്യാനപ്രസംഗം അല്ല, ആരും കൊണ്ട് പത്രം കൊടുത്തതല്ല, യൂട്യൂബിൽ നിന്ന് ഈ ധ്യാനപ്രസംഗം കേൾക്കുമ്പോൾ അവിടെ മനസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആന്തരിക അഭിഷേകം കിട്ടും. ഇവിടെ ഈ മാതാവിനെ പോയി കണ്ടാൽ എനിക്ക് ഓപ്പറേഷൻ ഇല്ല, ദൈവം എന്നെ സുഖപ്പെടുത്തുമെന്ന്. അതാണ് ദൈവവിളിയെന്ന് പറയണത്. ദൈവവിളിയെന്ന് പറയണത് നമുക്ക് ദൈവം അത് വിളിക്കുകയാണ് അവർക്കൊരു ധ്യാനപ്രസംഗം എത്രയോ പ്രാവശ്യം ധ്യാനപ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന അവർക്ക് വിളി ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പം ചിലർക്ക് ദൈവം പെട്ടെന്ന് അവർക്ക് അതിനോടുള്ള ഒരു ആത്മീയ ആകർഷണം കൊടുക്കും. ഈ നമ്മൾ ആദ്യം ആകർഷണമായിട്ടാണ് വരണത്, ദൈവവിളി ആകർഷണമായിട്ടാണ് വരണം. നമുക്കതിനോട് ആകർഷണം തോന്നും പെട്ടെന്ന്. അപ്പോഴതാണ് ദൈവവിളി എന്ന് പറയണത്. നമ്മൾ അഭിരുചി എന്നൊക്കെ പറയും, പക്ഷേ എന്തഭിരുചി എന്ന് പറഞ്ഞാലും ആദ്യം വരേണ്ടത് ആകർഷണമാണ്. ഈശോ ഉപയോഗിച്ച വാക്ക് ആകർഷണമാണ്. എനിക്ക് തോന്നുന്നത് ഈ യോഹന്നാൻ്റെ സുവിശേഷം 6:27 ആകർഷണം, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. യോഹന്നാൻ 6:44 യോഹന്നാൻ 6:44 എന്നെ അയച്ച പിതാവ് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ ആകർഷണം എന്നാണ് ദൈവവിളി എന്ന് പറയുന്നത്. ഞങ്ങൾ സാധാരണഗതിയിലെ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ആകർഷണമാണ് ക്രിസ്തുവിനോട്. അപ്പോൾ ഞങ്ങൾ ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ശുശ്രൂഷയ്ക്ക് ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ എടുക്കും. അപ്പോൾ ദൈവവിളിയെന്ന് പറയണത് ഞങ്ങൾക്കായാലും നിങ്ങൾക്കായാലും ബേസിക്കായിട്ട് ഇത് ആകർഷണമാണ്. ഇപ്പം തന്നെ പക്ഷെ ആകർഷിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആരാണ് ആകർഷിക്കുന്നത്? ദൈവം, പിതാവായ ദൈവമാണ്. കണ്ട 6:44 എന്ന് പറഞ്ഞ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ സാധിക്കുകയില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് ആകർഷണം വരുമ്പോൾ ഈ ആകർഷണത്തിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പം നമ്മൾ ഇടിമിന്നലിൻ്റെ ഇപ്പോൾ വർഷകാലത്ത് കാലവർഷത്തിന് വലിയ ഇടിമിന്നലൊന്നുമില്ല, ചെറിയ ചുരുക്ക ഇടിമിന്നലൊക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് അപകടമൊക്കെ ഉണ്ടാകുന്നത് തുലാവർഷത്തിലെ ഇടിമിന്നലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഉടനെ പത്രത്തിലൊക്കെ പറയും, ടി വിയിൽ പറയും, സോഷ്യൽ മീഡിയയിലൊക്കെ പറയും, ഇടിമിന്നലിൻ്റെ കാലത്ത് തുറസായ സ്ഥലത്ത് കൂടി പോകരുത്. അതുപോലെ തന്നെ ഇടിമിന്നലേക്കുന്ന പാത്രങ്ങൾ മുറ്റത്ത് വെക്കരുത് അല്ലേ. അപ്പോൾ അതൊക്കെ ആകർഷണമുണ്ട് അതിനൊക്കെ. ഇതുപോലെ നമ്മുടെ മനസ്സിലും ദൈവവിളിക്ക് കിട്ടാനുള്ള കുറേ ആകർഷണങ്ങളുണ്ട്. അത് ആ മനസ്സ് ഒന്ന് ഒരുക്കിയെടുത്താൽ ഈ ആകർഷണം ആർക്കും കിട്ടും. മനസ്സിലായില്ലേ? ഒരു മനസ്സൊന്ന് ഒരുക്കിയെടുത്താലേ, അതായത് ദൈവത്തിനുള്ള ഒരു വിഷയം, ദൈവം ശക്തിമാണ്, ദൈവത്തിന് നമ്മൾ ദൈവസ്നേഹമാണെന്ന് പറയുമ്പോൾ ഹീസ് എ പേഴ്സൺ. പക്ഷേ ആ സ്നേഹം അനുഭവേദ്യമാകുന്നത് പവറിലാണ്, ശക്തിയിലാണ്. അതേസമയത്ത് നമ്മൾക്ക് ഈ ദൈവസ്നേഹത്തെ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള മനുഷ്യരോടുള്ള സ്നേഹവും ജീവജാലങ്ങളോടും പ്രകൃതിയോടും ശുദ്ധവെള്ളം, ഇപ്പോൾ അത് മനുഷ്യനൊക്കെ ജീവിക്കണ എന്താണ്? ശുദ്ധവായു അല്ലേ. ഈ ശുദ്ധവായുവായിട്ട് നിലനിൽക്കണം. ഞാൻ പുക വലിച്ച് ഈ വായുവിനെ മലിനമാക്കരുത്. അപ്പോൾ ഞാൻ ശുദ്ധവായുവിനെ സ്നേഹിക്കുമ്പോൾ ഞാൻ ജനങ്ങളെയാണ് സ്നേഹിക്കണത്. ശരിക്കും പറഞ്ഞാൽ അത് സ്നേഹമാണ്. നമുക്ക് ഇനിയൊക്കെ പ്രകൃതിയെ സ്നേഹിക്കാതെ ഇവിടെ സർവൈവിങ് നടക്കത്തില്ല. പ്രകൃതിയെ സ്നേഹിക്കാതെ, അതിനെ മലിനമാക്കാതെ, അതിനെ വെർജിനായിട്ട് സൂക്ഷിക്കാത്തോളം കാലം നമുക്കിനി ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങളറിയണമെങ്കിൽ, ഇപ്പോൾ എനിക്ക് 63 വയസ്സായി, പക്ഷേ നിങ്ങളറിയണമെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കാണുന്ന തോടല്ലല്ലോ ഇപ്പോൾ കാണുന്നത്, തോടും പുഴയുമൊക്കെ.
ഇപ്പം ഞാൻ എല്ലാ ദിവസവും തന്നെ പെരിയാറ്റിൽ കുളിക്കണം. ആലുവയിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ ആഴ്ചയിലും 3-4 പ്രാവശ്യം പെരിയാറ്റിൽ കുളിക്കുന്ന ആളാണ്. കാരണം ഇപ്പോൾ പുഴ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പുഴയിൽ പക്ഷേ ഇപ്പം നോക്കിയാൽ നമുക്ക് സങ്കടം വരും. പെരിയാറിനെ നമുക്ക് ഇറങ്ങാൻ പോലും തോന്നത്തില്ല. എന്താ? ഇറ്റ് ഈസ് പൊല്യൂട്ടഡ്. ലോകത്തിലുള്ള മുഴുവൻ ഫാക്ടറികളെല്ലാം അതിൻ്റെ ഔട്ട്ലെറ്റ് എല്ലാം അതിൻ്റെ ഇത് വെച്ച് അത് പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞു. വെള്ളം മാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു മാരക പാപകമാണ്. മനുഷ്യരാശിയെ ഒന്നടങ്കം പൊതുവെ പൊതുജനത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന വ്യവസായ മലിനീകരണങ്ങൾ ഒരു മാരക പാപമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാനായിട്ട് അതിനൊരു വഴി വെക്കരുത് എന്ന് പറയുമ്പോൾ ആകർഷണമാവും ദൈവത്തിന്. കാര്യം ദൈവമല്ലേ ശുദ്ധമായിട്ട് സൂക്ഷിച്ചതല്ല. വെള്ളമായാലും വായുവായാലും ശുദ്ധമായി സൂക്ഷിക്കണം, നിലനിൽക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളായിട്ട് അതിനെ പൊല്യൂട്ടഡ് ആക്കരുത്, നമ്മുടെ പ്രദേശങ്ങളിലൊരു വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിച്ച് കളയരുത് എന്ന് ഞാൻ ചിന്തിച്ചാൽ അപ്പോഴവിടെ വെച്ച് നിനക്ക് ആകർഷണം കിട്ടും. നിൻ്റെ തിന്മയ്ക്ക് വേണമെങ്കിൽ നിനക്ക് ചിന്തിക്കുക. തിന്മയായിട്ട് ഞാൻ നന്നായതുകൊണ്ട് എന്ത് കാര്യം, ബാക്കിയുള്ള കൊണ്ടൊന്നും അത് ഇടത്തില്ലേ? അതല്ല, അക്കൗണ്ട് ചോദിക്കുമ്പോൾ നിൻ്റെ കാര്യമേ ചോദിക്കത്തുള്ളൂ. ഇത് ഞാനിപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ദൈവ ആകർഷണം എങ്ങനെ നമ്മൾക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ദൈവാകർഷണത്തെ എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണം, ചുറ്റുപാടുകളെ സ്നേഹിക്കണം. ചുറ്റുപാടുകളിലെല്ലാം ഉണ്ട് കേട്ടോ, മൃഗങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നീ ക്രിയേറ്റ് ചെയ്താൽ അന്ന് മുതൽ നിങ്ങൾക്ക് ദൈവാകർഷണം ഉണ്ടാകും. സൃഷ്ടിയെ നിലനിർത്താൻ വേണ്ടി അതിനെ മലിനവശമാക്കാതെ ഇരിക്കാൻ തീരുമാനിച്ചാൽ, അതിനെ പരിപോഷിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നീ ചെയ്യണ കാര്യം ദൈവനാമത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും ചെയ്യാം. പക്ഷെ നമ്മൾക്കുള്ള ഗുണം എന്താണെന്നറിയാവോ? നമ്മളത് ദൈവനാമത്തിൽ ചെയ്യുമ്പോഴാണ് ഇത് ഗ്രേസായിട്ട് മാറണത്. അല്ലെങ്കിൽ സാധാരണ ഒരു മാനവിക പ്രവർത്തനമായിട്ട് മാറുകയുള്ളു. നമ്മളത് ദൈവമേ നിൻ്റെ നാമത്തിലാണ് ഞാൻ ഈ വിഷയം ചെയ്യേണ്ടത്. മനുഷ്യനെ കാണിക്കാനോ ഒപ്പിക്കാനോ നല്ല പേരെടുക്കാനോ ഒന്നുമല്ല, എല്ലാം നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ദൈവമേ എല്ലാം നിന്റെ നാമത്തിൽ ചെയ്യുവാനും സമൂഹത്തിനും ഭൂമിക്കും ഒരു അലങ്കാരമായി ജീവിക്കുവാനും എന്നെ സുവിശേഷ വെളിച്ചത്താൽ എന്റെ കണ്ണ് തുറക്കണമേ. ശ്രദ്ധിക്കട്ടെ. പ്രകൃതിയെ സംരക്ഷിച്ച് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടിയുടെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ദൈവാകർഷണത്തിൻ്റെ ഒരു പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ആമിനായോട് ഡോക്ടർ പറഞ്ഞതെന്താണ്? നീ ഓപ്പറേഷന് റെഡിയായിട്ട് വരിക. കാര്യം വലിയ നിസ്സാര കാര്യമില്ലേ. ഞങ്ങൾക്ക് 2-3 പ്രാവശ്യം തന്നെ 2-3 ദിവസം തന്നെ ഈ മരവും മുതലൊക്കെ പോകാതിരുന്നപ്പോൾ മയറൊക്കെ വീർത്ത് മനുഷ്യൻ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് വല്ലാത്ത കണ്ടീഷനായി പോകും. ഓപ്പറേഷൻ അല്ലാതെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വേറെ മാർഗ്ഗമൊന്നും ഇല്ല താനും. പക്ഷെ ഇവരെന്നെ ചെയ്യണത്, ഇവർ ഈ അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ യൂട്യൂബിൽ ധ്യാനം കാണുകയും ഇവർ നേരെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുകയും ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര അഭിഷേകം കിട്ടും. പിന്നെ അവരതിനു വേണ്ടി എല്ലാം ഓരോ കാര്യം ചെയ്യും. കാര്യം ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവർ ഹീലായെന്ന് മനസ്സിലായി. അത് ഭയങ്കര സ്പീഡായിരുന്നു. സാധാരണ ഉടമ്പടിയേക്കാൾ കൂടുതൽ സ്പീഡായിരുന്നു ഈ ആമീനയുടെ ഉടമ്പടിക്ക്. അത് നിങ്ങൾ സാക്ഷി വിട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അവർക്ക് അത്ര ആശ്വാസം, നിങ്ങൾക്കറിയാമല്ല, ഈ ഒരു വിഷയത്തിൽ ആശ്വാസം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ആശ്വാസമാണ്. അത് അനുഭവിച്ചാൽ മാത്രമേ മനുഷ്യനെ അറിയാൻ പറ്റത്തുള്ളത്. അത്രയും ഇതായി. പക്ഷേ അതിനുശേഷം ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പത്രമെല്ലാം ആൾക്കാർക്ക് കൊടുക്കും. അവരുടെ തുണിക്കടയിലാണ് അവർക്ക് തുണിക്കടയാണ് ഉള്ളത്. ആ തുണിക്കടയിൽ നിന്നുകൊണ്ട് അവർ പറയണ വാക്കുകളൊക്കെ രസമാണ്. ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞ്
മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടാണ് പത്രം കൊടുക്കണമെന്ന്. എന്താണ് അവർ പറഞ്ഞിരിക്കണേ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളിത് എങ്ങനെ പത്രം കൊടുക്കണമെന്ന്. കത്തോലിക്കരുടെ കാര്യം പോക്കാണ്. എന്താ കാര്യം? ചില ആൾക്കാർ സാരിയുടെ അകത്ത് കൊണ്ടേ കക്ഷത്ത് പത്രം വെച്ച് സാരിയിട്ട് മൂടിക്കൊണ്ടേ കുമ്പസാരക്കുണ്ടിൻ്റെ അവിടെ നിൽക്കും. എന്നിട്ട് ആൾക്കാർ പോകാൻ വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും. ആളില്ലെന്ന് കാണുമ്പോൾ കുമ്പസാരക്കുണ്ട് അടി വെച്ച് ഓടിക്കണം. ഇങ്ങനെയുള്ള പെരിച്ചാഴികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഈ സാക്ഷിയോട് നാണക്കേടാണ് ശരിക്കും പറഞ്ഞാൽ. അവരിവിടെ നിൽക്കുന്നു, ഈ സഹോദരി ഇവിടെ നിൽക്കുന്നു, വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് വിഷയം എന്നത്, അതായത് അവർ ഉടമ്പടി അവർ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുകയാണ്. അതാണ് സംഭവം. ഡോക്ടർ പറഞ്ഞത് എന്താണ്? ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയിട്ട് വരാൻ പറയും. ഇവർ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുക. അവരൊരുങ്ങേണ്ട രീതി ഇതാണെന്നേ ഉള്ളൂ. അവർ പറയും എൻ്റെ കടയിലൊക്കെ പാവപ്പെട്ടവർ വരും തുണിയൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ തുണിയൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ എന്ത് സുന്ദരമായിട്ടാണ് ആ കാരുണ്യപ്രവൃത്തി ചെയ്യണത്, എന്ത് സുന്ദരമായിട്ടാണ് കാരുണ്യപ്രവൃത്തി ചെയ്യണത്. ഉടമ്പടി ഒരു ജീവിതത്തെ അങ്ങോട്ട് മാറ്റുകയാണ്. മനുഷ്യ നന്മയ്ക്കായിട്ട് പ്രത്യേകം അഭിഷേകം ചെയ്യണം. കൈയിട്ടിച്ച് കർത്താവിനെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കാരുണ്യത്തിൽ നന്ദി പറയുന്നു. നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്നിട്ട് ഡോക്ടറുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ഡോക്ടർ ചോദിച്ചും ഓപ്പറേഷൻ എല്ലാം റെഡി ആയിട്ടല്ലേ വന്നിരിക്കണത്. അപ്പോൾ അവർ പറയും ഞാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡോക്ടറെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ ആത്മീയമായിട്ടൊക്കെ ഒരുങ്ങി. എന്നിട്ട് ഡോക്ടറിന് പറയും എങ്കിലും ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ ഡോക്ടർ ചോദിക്കും എന്നായി സ്കാൻ ചെയ്യണത്? നമ്മളെല്ലാം സ്കാൻ ചെയ്ത് കറക്റ്റാക്കിയതല്ലേ? അതല്ല ഡോക്ടർ, ഞാനൊരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, അതാണ് വിഷയം. ഇത്രയും വിശ്വസിക്കാൻ കഴിയണം. ഞാനൊരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, അപ്പോൾ ദൈവം എന്നെ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പം സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടറിനത് മനസ്സിലാകും. അതുപോലെ ഡോക്ടർ അവരെ വിശ്വസിക്കും. സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേ ഈ പറഞ്ഞ സിസ്റ്റ് കാണാനില്ല. ശ്രദ്ധിക്കട്ടെ. വിശ്വസിക്കുന്നവരോട് കൂടെ പ്രവർത്തിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഡോക്ടർ കുടലിൽ ചുരുങ്ങുമ്പോഴാണല്ലോ ഇതുപോലെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതിനും അതുപോലെ അകത്ത് സിസ്റ്റം, മാംസം, PCOD അങ്ങനെ പല വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുണ്ട്. അപ്പം ഇതൊക്കെയാണ് സിസ്റ്റർ എന്തൊക്കെ സ്കാനിൽ എന്തൊക്കെ കണ്ടിട്ടാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവർക്കറിയാം ആ ഉടമ്പടി തൈലം ഇവർ കൃത്യമായിട്ട് വയറ്റിൽ അപ്ലൈ ചെയ്യും, വിശ്വാസപ്രമാണം ചൊല്ലിയൊക്കെ. അപ്പോൾ വയറ്റിൽ നിന്നുള്ള എല്ലാ കെട്ടിക്കിടക്കണ മലവും മൂത്രവും ഒക്കെ പുറത്തു പോകും. അതങ്ങനെ രക്ഷപ്പെടണത്. അതുകൊണ്ടാണ് ഇവരിത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം. എൻ്റെ മക്കളെ, എൻ്റെ വിഷയം എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളെ ഒത്തിരി പേര് ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് ഉത്കണ്ഠയാണ് വരണത്. എനിക്ക് സന്തോഷത്തെക്കാൾ ഉപരി ഒരു ഉത്കണ്ഠയാണ് വരുന്നത്. എന്നുവെച്ചാൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്. അതാ ചുമ്മാ ആൾക്കാരുടെ ഈ തിരക്ക് കാരണം ഓരോരുത്തരും സുഖപ്പെട്ടതും ഫേസ്ബുക്കിൽ അതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒരു പരീക്ഷിക്കാൻ വേണ്ടി, എന്നാൽ പിന്നെ ഞാനായിട്ട് ഇനി ഉടമ്പടി എടുക്കാതിരിക്കണത് എന്തിനാണ്, ഞാനും എടുത്തേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും പോകുന്നു. അതുകൊണ്ട് ഞാനും എടുക്കണമെന്ന രീതിയിൽ യാന്ത്രികമായിട്ട് എടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി ഈ സാധനം പഠിക്കണമെന്ന് എൻ്റെ ഒരു അപേക്ഷ. നിങ്ങൾ പഠിക്കണം. 2 തരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. സാക്ഷ്യം കേട്ടാൽ പഠിക്കാൻ പറ്റും. പിന്നെ എന്ത് പഠിക്കാൻ പറ്റും? പിന്നെ സാക്ഷ്യം കേട്ടാൽ പഠിക്കാൻ പറ്റും. പിന്നെ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ പഠിക്കാൻ പറ്റും. പവന്മാറ്റ 24 ക്യാരറ്റിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. ഈ അമിന സാക്ഷ്യങ്ങളൊക്കെ ഒരു
22 ക്യാരറ്റൊക്കെയാണത് സാക്ഷ്യം. പക്ഷേ 24 തനി തങ്കം പിടിച്ച സാക്ഷ്യങ്ങളുണ്ട്. എന്താ കാര്യം? അത് ഈ ആഴ്ചയിൽ വന്ന സാക്ഷ്യങ്ങൾ വന്ന് സാക്ഷ്യം തനി തങ്കം മാറ്റാൻ. അതുപോലെ അഗസ്റ്റിൻ്റെ സാക്ഷ്യമാണ് വയനാട് നിന്ന്. അത് സാക്ഷ്യം കണ്ട ഈ മനുഷ്യന് ഉടമ്പടി എടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യൻ അറസ്റ്റിലായി, ജയിലിലായി അയാൾ. അപ്പോൾ നോക്കിയാൽ ഉടമ്പടി എടുക്കണത് എന്തിനാണ്? എല്ലാത്തിനും രക്ഷപ്പെടാനല്ല നമ്മൾ ഉടമ്പടി എടുക്കണത്. പക്ഷേ ഉടമ്പടി എടുക്കുക ഈ മനുഷ്യൻ, പോലീസ് വന്ന് ഇയാളെ ആരോ കൊടുത്ത കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം പോലും കിട്ടാത്ത അറസ്റ്റാണ്. അയാൾ ജയിലിലാവുമ്പോൾ ഈ അഗസ്റ്റിൻ ചെയ്യണ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ തനി തങ്കം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷയുടെ ഉടമ്പടിയുടെ റേഞ്ച് ഇപ്പം നമുക്ക് കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റണില്ല. കാര്യം സാക്ഷ്യങ്ങളുടെ നിലവാരം അങ്ങനെ പോകണം. അഗസ്റ്റിന് എന്നിട്ട് എന്താ ചെയ്യണത്? ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ 3 സാധനം ഇയാളെ കൂടെ കൊണ്ടുപോകും ജയിലിൽ. എന്തൊക്കെയാണ്? ഉടമ്പടി കാശ് രൂപ, പിന്നെ എന്താണ് ഉടമ്പടി ബുക്ക്, പ്രാർത്ഥനാ ബുക്ക്, പിന്നെ എന്താണ് ഉടമ്പടി പത്രം. ഈ 3 കൊണ്ടാണ് ജയിലിൽ പോണത്. ഈ ജയിലിൽ പോകുമ്പോൾ സൂപ്രണ്ട് അവിടെ പിടിച്ചു വെക്കും. ഈ ഇതൊന്നും ജയിലിൽ കയറ്റാൻ പറ്റത്തില്ല, പത്തിയാണല്ലേ. അവസാനം ഇവിടം വരെ എത്തിയല്ല, അയാളെ കളിയാക്കും. നിങ്ങളുടെ പത്തി കൂടുതലാണല്ലേ, അങ്ങനെ ഇവിടെ എത്തിയെന്ന് വിളിച്ചു കളിയാക്കും. പത്തിക്കാരന് അവസാനം ജയിലിലാണല്ലോ എത്തിയിരിക്കണത്. പക്ഷേ അതൊന്നുമില്ല സാറേ, ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയും. അത് വേറെ ലെവലാണ്. കാര്യം അഗസ്റ്റിന് ഉള്ളിൽ പരിശുദ്ധാത്മ പറയുന്നുണ്ട്. അതാണ് പ്രശ്നം. നമുക്ക് അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവമായിട്ട് നമ്മൾ നല്ല ഓക്കെയാണ്, സിൻസിയർ ആണെങ്കിൽ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എല്ലാ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടാലും, ഇപ്പം മണിപ്പൂരൊക്കെ ഇത്രയും വലിയ വംശഹത്യ നടക്കുമ്പോഴും അവിടെ എന്തുകൊണ്ടാണ് ഒത്തിരി പേര് സർവൈവ് ചെയ്യുന്നത്? ഇപ്പോഴും അവർ ആ കുഞ്ഞുങ്ങളെ വരെ ഹല്ലേലൂയ പാടുന്നില്ലേ? 144 ശവപ്പെട്ടിയാണ് നിരത്തി വെച്ചിരിക്കുന്നത് മണിപ്പൂരിലെ. ഈ ജനാധിപത്യ രാജ്യം ഇത് കാണണം, ലോകം ഇത് കാണുന്നുണ്ട്. എങ്ങനെയൊക്കെ നമ്മൾ ജനാധിപത്യത്തെ വെള്ളപ്പൂശാൻ നോക്കിയാലും ലോകം ഇത് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒത്തിരി കാലം ഇങ്ങനെ ജനാധിപത്യമാണെന്നും പറഞ്ഞ് നമുക്കിതുപോലെ തുടരാൻ പറ്റത്തില്ലെന്നുള്ള ഉറപ്പായ കാര്യമാണ്. പക്ഷേ ഇത് അതിനേക്കാൾ വലിയ കാഴ്ച അവശേഷിക്കുന്നവൻ്റെ ആത്മധൈര്യത്തോടെ അവൻ പാടുന്ന ഹല്ലേലൂയ ഗീതങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ, ആരാധിച്ചിടാ താണുവണങ്ങിടാ, ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ അഗസ്റ്റിന് സൂപ്രണ്ട് കൃപാസനം പത്രം കൊടുക്കത്തില്ല, കാശ്വര്യം കൊടുക്കത്തില്ല, അതുപോലെ തന്നെ പാത്രാപുസ്തകം കൊടുക്കത്തില്ല. അയാൾ വിലങ്ങ് വെക്കപ്പെട്ടവനായിട്ട് ജയിലിലിട്ട് തള്ളും. ജയിലിൽ തള്ളുമ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എല്ലാ സമയത്തും അറിയാവുന്ന ഉടമ്പടി പ്രാർത്ഥന, ജപമാല മനസ്സിലുണ്ട്, അതുകൊണ്ട് ജപമാല പ്രാർത്ഥിക്കും. അപ്പോൾ കുറേ ഒരു ക്രിസ്ത്യൻ തടവുകാരനുണ്ട്, ബാക്കിയെല്ലാം മുസ്ലിംസാണ് ഈ ജയിലിൽ. അപ്പോൾ ഇവൻ ക്രിസ്ത്യൻ തടവുകാരനോട് പറയും, നിനക്ക് ജപമാല അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ നിനക്ക് പഠിപ്പിക്കാം. ജയിലിലാണേ, ഉടമ്പടി എടുത്തത് വേറെ വിഷയമാണ്. കർത്താവിനെ വിളിച്ചിരിക്കുന്ന ജയിലിലെ വചനപ്രഘോഷണത്തിനാണ്. ഇതാ വിഷയം. അതവനത് മനസ്സിലാകുന്നുണ്ടത്. അതുകൊണ്ട് ജയിലിൽ ചെന്നിട്ട് സഹ തടവുകാരെ ജപമാല പഠിപ്പിക്കുകയാണ്. എന്നാ വിശ്വാസമാണ് എനിക്ക് ഉടമ്പടി എടുത്ത് 90 ദിവസമായി, എന്നിട്ട് മകളെ പറ്റില്ലെന്നും പറഞ്ഞ് നടക്കുന്ന അമ്മമാരില്ലേ, ഇത് കേൾക്കണം. എന്നിട്ട് മോന്തം കയറ്റി നടക്കണവരില്ലേ, ഈ സാക്ഷ്യം കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സാക്ഷ്യം. നിങ്ങൾ നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ഉടമ്പെടുക്കുകയാണ്. ദൈവത്തിനെ നിങ്ങൾ മാർജിനലൈസ് ചെയ്യുന്നു. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ജന്മത്തെ കാര്യം നടക്കത്തില്ല. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ,
താണുവണങ്ങിട ആശ്രയിച്ചിട ദിവ്യകാരുണ്യത്തെ. അപ്പോൾ അഗസ്ത്യൻ ഒരു പ്രാർത്ഥന കർത്താവിനോട് ഉടമ്പടി ഇല്ലാത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥന? കർത്താവെ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയാണ്. നിന്നെ വിളിച്ചപേക്ഷിച്ചതിനാണ് എന്നെ ആക്ഷേപിച്ചത്. എന്നെ ആക്ഷേപിച്ചതിൻ്റെ സൂപ്രണ്ടിൻ്റെ മുമ്പിൽ കൂടി നീ ആരാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം. അതാണ് അവൻ്റെ പ്രാർത്ഥന. അപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവനാമം മഹത്വപ്പെടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ല? എൻ്റെ പിന്നിൽ എന്താണ്? അതൊരു പ്രതികാരമൊന്നുമല്ല. ദൈവനാമം മഹത്വപ്പെടണം. എൻ്റെ ദൈവവേദലേ, ഈ അടയാളങ്ങൾ പോലും എന്തിനുള്ളതാണ്? നിങ്ങൾക്ക് ഉടമ്പടിയുടെ ഏറ്റവും ഷോർട്ട് കട്ട് എന്താണെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവനാമം മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവനാമം മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ആ പ്രാർത്ഥന ദൈവം ഏറ്റെടുത്താൽ ആ സെക്കൻഡിന് മിന്നൽ പോലെ അടയാളം വരും. അതറിയണമെങ്കിൽ നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം 2:11 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. യോഹന്നാൻ 2:11. യോഹന്നാൻ 2:11. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. എൻ്റെ മക്കളെ, ഇതിൻ്റെ അകത്ത് അടയാളവും ദൈവത്തിൻ്റെ മഹത്വവും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. നിങ്ങൾ അടയാളം കാണിക്കണമെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പറയേണ്ടത് കർത്താവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്നാണ്. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അങ്ങേ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 17:1. യോഹന്നാൻ 17:1. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അതെ, പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന് ചോദിച്ചാൽ സുവിശേഷ ഭാഷയിൽ അടയാളങ്ങൾ കാണിക്കണമേ എന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? കാര്യം മഹത്വവും അടയാളവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദൈവം മഹത്വപ്പെട്ട ഉടനെ അടയാളം കണ്ടിരിക്കും. അപ്പോൾ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ്? ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? അടയാളങ്ങൾ കാണിക്കണമേ. അതിൻ്റെ കാര്യം യേശു മഹത്വപ്പെടുന്നത് അടയാളങ്ങൾ കാണിച്ചുകൊണ്ടാണ്. അതാണ് യോഹന്നാൻ 2:11 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽക്കൊന്നും ദൈവം നിങ്ങൾ വഴി മഹത്വപ്പെട്ടിരിക്കുന്നുവെന്നാണ്. നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒത്തിരി ഹോം വർക്കുകൾ ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിലുള്ള അത്രയും ഹോം വർക്കുകൾ, ഗൃഹപാഠങ്ങൾ വേറെ ഒരു പ്രാർത്ഥനാ പദ്ധതി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെ ചെയ്യണമെന്നേ ഉള്ളൂ. സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെയും ചെയ്യണം. നിങ്ങൾക്ക് ചിലക്ക് പറ്റുന്ന അബദ്ധം സാങ്കേതികമായിട്ട് ചെയ്യണം, സ്നേഹത്തോടെയല്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റോങ് വിത്ത് യു. അതായത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, പക്ഷെ അത് ടെക്നിക്കലായിട്ട് ചെയ്യുന്നു. ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് ഏറ്റതുകൊണ്ട് സാങ്കേതികമായി ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യത്തില്ല. ഇതെല്ലാം ദൈവസ്നേഹത്തോടെ ചെയ്യണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, സാങ്കേതികമായി ചെയ്യാതെ സത്യസന്ധമായ ദൈവസ്നേഹത്തോടെ എന്റെ ഉടമ്പടി ഗൃഹപാഠങ്ങൾ ചെയ്യാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ.